ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ടിഫിനിലോ ലഞ്ചിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1-2 കപ്പ് എടുക്കാം, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം അയമോദകമാണ്. അപ്പോൾ അതൊരു ഗ്യാസ് ട്രബിളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം അതിന് മുന്നേ കൈ കൊണ്ട് ഒന്നും കൂടെ, കാരണം ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും നന്നായിട്ട് അതൊന്ന് ആകാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊന്ന് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു ഗ്രേറ്ററിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഞാനെല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു കൊഴുത്ത രൂപത്തിലായിരിക്കും. അതുപോലെ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് 2-3 തവണയായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചതിൽ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോയി കിട്ടും. എങ്കിലേ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്. ഞാനിത് കഴുകിയെടുത്ത് ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 സവോളയും മല്ലിയിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണമാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ, നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരല്പം ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചാട്ട് മസാല ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷേസ്വാൻ ചട്നിയാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പുളിപ്പ് രസത്തിനാണ്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട്. മാവ് ഒരല്പം ഓയിലൊന്ന് ചേർത്ത് അത് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം.
അപ്പോൾ അത് ഈ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചതുപോലെ ഒന്ന് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി പലകയിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു രണ്ടായിട്ട് മാറ്റണം. അപ്പോൾ അതിനെ ഒരു 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടി വിതറി കൊടുക്കുക, ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രമൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തി ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ സൈഡ് അങ്ങ് വിട്ടേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിയിട്ട് സൈഡ് വഴി അത് പുറത്ത് പോകാനുള്ള ഫില്ലിങ് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയാൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത്തെ രീതി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് 2 രീതിയിൽ ചെയ്യുമ്പോൾ 2 തരത്തിലായിരിക്കും അതിൻ്റെ ആ ഒരു കാണാനും അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് വീണ്ടും ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് സ്പ്രെഡായിട്ട് പലകയിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പൊടി വിതറിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പാടുള്ളൂ. ആദ്യം ചെയ്ത രീതിയിലായിരിക്കും എളുപ്പം, പക്ഷേ ഇതൊരു വേറൊരു ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി തവയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്കത് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒട്ടും തന്നെ ഓയിലില്ലാതെ ഇത് ചുട്ട് എടുക്കാവുന്നതാണ്. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ക്രിസ്പിയാണിത്. ഇതിൻ്റെ പുറം ഭാഗം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല. ടിഫിനിലൊക്കെ കൊടുത്ത് വിടുമ്പോൾ ഇതിങ്ങനെ അങ്ങ് കൊടുത്ത് വിട്ടിരുന്നാൽ മതിയാകും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ 2 രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.